ടാറ്റ പഞ്ച് EV എടുത്തിട്ട് ഞങ്ങളൊരു 200 കിലോമീറ്ററൊക്കെ ആയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാഹിയിലേക്ക് ഒരു റേഞ്ച് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് റേഞ്ച് കാണിച്ചിരുന്നത് ഏകദേശം 275 കിലോമീറ്ററൊക്കെയാണ്. കമ്പനി 421 റേഞ്ച് പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ആകെ കിട്ടിയിരുന്നത് 275 കേട്ടോ. ഇപ്പോൾ ഏകദേശം 9500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയ്ക്കാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആനന്ദഭവനിൽ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ കാറ് ഫുൾ ചാർജ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ചാർജ് ഇപ്പോൾ 98% ആയിട്ടുണ്ട്. ഒരു 90% കഴിഞ്ഞാൽ തന്നെ ചാർജിങ് ഇത്തിരി സ്ലോ ആവും, ടൈം എടുക്കും. അപ്പോൾ ഇനി ഏകദേശം 15 മിനിറ്റോളാണ് റിമൈനിങ് കാണിക്കുന്നത്. അപ്പോൾ അത് 99 അപ്പോൾ നമുക്ക് 100% എത്രയാണ് റേഞ്ച് കാണിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പഞ്ച് EV എടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ റോഡിൽ കിടക്കേണ്ട പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പല വീഡിയോകളും കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് അതേപോലത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. റേഞ്ചിൻ്റെ മാത്രം ഞങ്ങൾക്കും ഈ പറഞ്ഞ ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. അതായത് 421 റേഞ്ച് പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് 421 ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യത്തേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് കണ്ടോ, സിറ്റിയിലിടുമ്പോൾ തന്നെ 377 റേഞ്ച് കാണിക്കുന്നത്. L3 സിറ്റിയിൽ തന്നെ അത് 393 റേഞ്ച് കാണിക്കുന്നത് കേട്ടോ. 390 ഏകദേശം 400 കിലോമീറ്റർ എന്നപ്പം പറയാം 393 റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് AC ഇടാതെ കേട്ടോ. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് AC ഇടാണ്ട് പോകാൻ പറ്റുന്ന കാര്യം എളുപ്പമല്ല. അപ്പോൾ AC ഓൺ ആക്കുമ്പോൾ 353 ആയിട്ട് അത് കുറയും. അത് AC ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞോണം കിട്ടും. 94% ചാർജായപ്പോൾ റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത് 297 കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ ചാർജ് ഏകദേശം 50% ആയപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 158. അതായത് AC ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ 176. AC ഓൺ ആക്കുമ്പോൾ 158 ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ചാർജ് ഒരു 40% ആയപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 116 കേട്ടോ. നമ്മൾ 9504 നിന്നാണ് തുടങ്ങിയപ്പോൾ 9693 കിലോമീറ്റർ ആയിട്ടുണ്ട്. കെൻഡിൽ നോക്കാട്ടോ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടിയെന്നുള്ളത്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ പോയി ഇങ്ങോട്ട് വരാനായിട്ട് തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരാനായിട്ട് വീണ്ടും ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒറ്റ ചാർജിലാണ് കേട്ടോ നമ്മൾ പോയി വന്നത്. അപ്പോൾ നമ്മളിത് വീണ്ടും തിരിച്ച് വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 28% ചാർജ് അയക്കുന്നത്. റേഞ്ച് കാണിക്കുന്നത് 84 കേട്ടോ. 28% ചാർജിൽ 84. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമുക്ക് ബാലൻസ് എത്രയും കൂടി ഉണ്ടെന്ന് നോക്കിയിട്ട് റേഞ്ച് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ റേഞ്ച് ഇനി ബാലൻസ് ഉള്ളത് 72, 9756. അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയപ്പോൾ റേഞ്ച് ഞാൻ ബാലൻസ് ഉള്ളതടക്കം നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കുന്ന റേഞ്ച് 324 കേട്ടോ. 353 കാണിച്ചതിൽ കുറച്ച് ട്രാഫിക്കിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റേഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.